ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഈ വർഷം തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. ഇടാഞ്ഞ കാരണം വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അനിയത്തിയുടെ വീട്ടിലായിരുന്നു. ഞങ്ങളുടെ ന്യൂ ഇയറൊക്കെ ഇപ്പോൾ 2 വർഷമായിട്ട് അവിടാണ്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് അനിയത്തിയുടെ വീട്ടിലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അവധിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഒന്ന് നിൽക്കാനും, പിന്നെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിനായിട്ടൊക്കെ പോയതായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഉടനടി എത്തത്തുള്ളൂ. അപ്പം ഇത് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയുള്ള വീഡിയോ ആണ്. ഞങ്ങളും പടക്കമൊക്കെ പൊട്ടിച്ചായിരുന്നു. 12 മണിക്ക് മുന്നേ പതുക്കെ പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ 12 മണിയായപ്പോഴത്തേന് പൂത്തിരിയും കമ്പത്തിരിയും എല്ലാം കൂടെ ഇട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഗുണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അനിയനാണെങ്കിൽ ഗുണ്ടൊക്കെ മേടിച്ചു ഞങ്ങളെ പേടിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വേറെ പടക്കവും ഗുണ്ടും ഒന്നും മേടിക്കല്ലേ എന്ന് പറഞ്ഞു. പേടിയാണ്, പിള്ളേർക്കും പേടിയാണ്, ഞാൻ ഓർക്കപ്പുറത്തെ ഒരു പൊട്ടിക്കുന്നത്, അപ്പോൾ നമുക്കും പേടിയായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം അതുകൊണ്ട് ഗുണ്ടൊന്നും മേടിച്ചില്ല. പക്ഷെങ്കിൽ അവർ പടക്കം മേടിച്ച് കുറച്ചേ മേടിച്ചുള്ളൂ. ഞങ്ങൾ വഴക്ക് പറയുന്നത് വെച്ചാൽ കുറച്ചേ മേടിച്ചുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഈ പൂത്തിരിയോ കമ്പത്തിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മതി, അതാകുമ്പോൾ പിള്ളേർക്കും ഇഷ്ടമാവും. ഈ പടക്കമൊക്കെ ആകുമ്പോൾ ഈ ഓർക്കാപ്പുറത്ത് പൊട്ടുമ്പം കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചു പോവും. ഞങ്ങൾ അതിൽ മുന്നേ മേടിക്കും. അതുകൊണ്ട് കുറച്ച് പടക്കം മേടിച്ചുള്ളൂ, ബാക്കിയെല്ലാം ഇതൊക്കെയായിരുന്നു മേടിച്ചത്. അപ്പം മക്കളെല്ലാവരും വേണ്ട പൂത്തിരി കമ്പിത്തിരി ഇതൊക്കെ ഇട്ട് കത്തിച്ച് ആഘോഷിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊന്നും എടുത്തില്ല, കാരണം വീഡിയോ എടുക്കണതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കാൻ പോയില്ല. അവർ കത്തിച്ച് ആഘോഷിക്കട്ടെ എന്ന് വെച്ചു. അപ്പം അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. എന്നാൽ അവളൊരു ന്യൂ ഇയർ ബേബിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ന്യൂ ഇയർ സമയത്ത് ഇവിടാണ് ആഘോഷമൊക്കെ. അപ്പം ബർത്ത്ഡേയുടെ വീഡിയോയും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണെന്നറിയാം, എന്നാലും മുഴുവനായും കാണാൻ ശ്രമിക്കണേ, എന്നാലേ നമ്മുടെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ എന്നെപ്പോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എൻ്റെ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോകളൊക്കെ ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരും എൻ്റെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് അവരുടെ വീഡിയോകളൊന്നും കാണാൻ പറ്റിയില്ല. ആരും പിണങ്ങണ്ട, ഞാൻ പതുക്കെ എല്ലാവരുടെയും കണ്ടോളാം കേട്ടോ. എൻ്റെയും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് മസ്റ്റായിട്ടും ഇടണേ. അപ്പോൾ തന്നെ എൻ്റെ ആങ്ങളെ ഇവിടെ ഇല്ല, അപ്പോൾ അവനെ ഗൾഫിലാണ്. അപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നെന്ന് അവനറിയാം. 12 മണിയാകുമ്പോൾ ഞങ്ങളിവിടെ പൊട്ടിക്കുമെന്നറിയാം. അതിന് വീഡിയോ കോളിൽ വന്നതാണ് അവനും കൂടെ കാണാൻ വേണ്ടി. എനിക്കും കാണണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചു പിള്ളേർ പോലെ അങ്ങനെ വീഡിയോ കോളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ 12 മണി ആയില്ല, അവർക്ക് 1.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ. അവൻ ദുബായിലാണ്. അപ്പം ഞാൻ ഇവിടെ ആഘോഷങ്ങൾ തകൃതിയായിട്ട് നടക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആഘോഷിച്ചോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇനി പിറ്റേ ദിവസത്തെ ന്യൂ ഇയറിനന്നുള്ള വീഡിയോ ആണ്. ഞങ്ങൾ രാത്രിയിൽ ബലൂണൊക്കെ വീർപ്പിച്ചായിരുന്നു. എന്നിട്ട് വേണ്ട രാവിലെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ വേണ്ട ഒരു ലവൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് ഞങ്ങൾ തന്നെ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ഇതൊക്കെയായിരുന്നു. ഒരുപാട് ഭയങ്കര ഇതിലായിട്ടൊന്നും ഡെക്കറേഷൻ ചെയ്തില്ല കേട്ടോ. 2ാം പിറന്നാളല്ല, ആദ്യത്തേന് ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സെറ്റൊക്കെ ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ാമത്തെ ആയതുകൊണ്ട് നമ്മുടെ അടുത്ത കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ടേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഫ്രണ്ട്സും ഫാമിലി അങ്ങനെ ആയിട്ടേ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അനിയൻ്റെ മാമൻ്റെ വീടാണ്. ഇവിടെ ഇപ്പം താമസമൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. തലേദിവസം രാത്രിയിൽ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഈ ബലൂണൊക്കെ കെട്ടി ഇങ്ങനെ ആ പന്തലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ടായിരുന്നു. പിന്നെ രാവിലെയാണ് ഈ ലവിൻ്റെ ഇതൊക്കെ ചെയ്തതും ഒക്കെ. അപ്പം വേണ്ട ഫങ്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ബന്ധുക്കളും പിന്നെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ആൾക്കാരൊക്കെ പിന്നീടാണ് വന്നത്. വർക്കിംഗ് ഡേ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ സമയത്ത് വരാൻ പറ്റാത്തവർ പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യയ്ക്കുമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം കേക്ക് ഞങ്ങളാണ് സമ്മാനിച്ചത്. ഞങ്ങളുടെ സമ്മാനമായിരുന്നു കേക്ക്. പേരപ്പൻ്റെയും പെരമ്മയുടെയും ചേട്ടന്മാരുടെയും വകയായിരുന്നു. അപ്പം ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അതിപ്പോൾ അവിടെ തന്നെ ഓർഡർ
ചെയ്യുമായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് റിസ്ക്കായ കാര്യമായിരുന്നു. അവിടെ ചെന്നിട്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അതും പറ്റത്തില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആങ്ങളെയും ഓൺലൈനിൽ വന്നിട്ടുണ്ട്, അവനും വീഡിയോ കോളിൽ വന്നു. കുഞ്ഞിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അവനും മാമനും കാണണമെന്ന് ആഗ്രഹമില്ല, അങ്ങനെ വന്നിട്ട് അങ്ങനെ കേക്ക് കട്ടിയിലെല്ലാം കഴിഞ്ഞ് എൻ്റെ എല്ലാവരും കുഞ്ഞിൻ്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ 1 വയസ്സായിരുന്നപ്പോൾ അത്രയ്ക്ക് അറിവില്ലായിരുന്നു. ഈ പ്രാവശ്യം 2 വയസ്സായപ്പോൾ കുറച്ചും കൂടെ അറിവൊക്കെ ആയപ്പം ആൾക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. സമയത്തൊക്കെ നല്ല അടങ്ങിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്ത് ഹാപ്പി ടു യു എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ സൗണ്ട് കട്ട് ചെയ്തത് എല്ലാവരും കൂടെ സംസാരമാകുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. ഞാൻ പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ അപ്പച്ചനും അപ്പച്ചിയും പിന്നെ കുഞ്ഞിൻ്റെ വല്യമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാവരും കൊടുത്തു. പിന്നെ ഞങ്ങൾ പേരമ്മയും പേരപ്പനും കുഞ്ഞിൻ്റെ അച്ചമ്മ കൊടുത്തു. പിന്നെ അമ്മമ്മയും അമ്മച്ചനും എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും പിള്ളേരും എല്ലാവരും ചേർന്ന് അവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും തന്നെ ഈ പെറുക്കുന്നുണ്ട്, മുട്ടായി പെറുക്ക് പോലുള്ള ഒരവസ്ഥയായിരുന്നു. വെച്ചാൽ ആ ഗിൽറ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേനും അത് നേരെ ഇതിലോട്ട്. അപ്പം അനിയൻ്റെ മാമനായിരുന്നു പൊട്ടിച്ചത്. അപ്പം മാമനോട് പറഞ്ഞു, മാമ ഇച്ചിരി നീങ്ങി നിന്ന് വേണം പൊട്ടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മാമൻ നീങ്ങി നിന്നാണ് പൊട്ടിച്ചത്. ആ കറക്റ്റ് സമയമായപ്പോൾ ഒരു കാറ്റ് വീശി, അപ്പോഴത്തേനും അത് ഇതിലോട്ട് കുറച്ച് വന്ന് വീണു. പിന്നെ അതെല്ലാം കുറച്ച് പെറുക്കിയെല്ലാം അത് കുറേയെല്ലാം മാറ്റി, കുറേ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. കാരണം അത് അകത്തോട്ട് പോകുന്ന അഴുക്കാണല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ കുറേയെല്ലാം പെറുക്കി കത്തി കൊണ്ട് സ്പൂണോടൊക്കെ കോരിയെല്ലാം മാറ്റി, എന്നിട്ടാണ് പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ രണ്ടാമത് പിന്നെയും കേക്ക് കട്ട് ചെയ്തത് അവരുടെ അതായത് അനിയൻ്റെ രണ്ടാമത്തെ മാമൻ്റെ മോനെ ഡ്യൂട്ടിയിലായിരുന്നു. അവനപ്പം വരാൻ അല്പം ലേറ്റായിപ്പോയി. അപ്പോൾ അവന് കട്ട് ചെയ്തൊന്നും കാണാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ലല്ലോ. അപ്പം അവൻ പറഞ്ഞു അക്ക ഒന്നും കൂടെ, അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്യാം, അവനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഒന്നും കൂടെ നിന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അവനും കുറേ വീഡിയോ ഫോട്ടോയൊക്കെ എല്ലാം എടുത്തു. പിന്നെ അവനാണെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അവൻ കുഞ്ഞിൻ്റെ അപ്പ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഈ പ്രാവശ്യം ഡ്രസ്സിലും കൂടുതൽ അവർക്ക് പൈസയായിരുന്നു കിട്ടിയ കേട്ടോ. കാരണം ഒന്നാം പിറന്നാളിന് കൂടുതലും ഡ്രസ്സും ടോയ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പൈസയായിട്ടും കിട്ടിയിട്ടുണ്ട്, പക്ഷേ കൂടുതലും ഇതൊക്കെയായിരുന്നു. പക്ഷേ രണ്ടാം പിറന്നാളിന് അവളെല്ലാവരോടും പറഞ്ഞു ഡ്രസ്സ് വേണ്ട, കാരണം ഈ ഫ്രോക്കൊക്കെ തരുമ്പോഴേ അത് അധികമൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. മിക്കവരും ഫ്രോക്കും അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പം അധികമൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് അവൾ പറഞ്ഞു ഇത് വല്ല ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവർ കുറച്ച് പേര് ഡ്രസ്സും ടോയും പിന്നെ പൈസയൊക്കെ ആയിട്ടാണ് ഈ പ്രാവശ്യം കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതായി. കഴിഞ്ഞ പ്രാവശ്യം ഫ്രോക്കെല്ലാം കുഞ്ഞ് അധികം ഇട്ടില്ല, അത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പിന്നെ ഫ്രോക്കൊന്നും മേടിക്കല്ലേ എന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് പറയാമല്ലോ. അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം നേരെ അവരുടെ രണ്ടാമത്തെ അമ്മാവൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ കേക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് അവന് കാണാൻ പറ്റാഞ്ഞുണ്ട്. അപ്പോൾ അവൻ കൊടുത്ത ഗിഫ്റ്റായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഓർത്തു വല്ല ടോയോ എന്തെങ്കിലും ആണെന്ന് വെച്ച് ഞാൻ അവളോട് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേനും അത് ഊഞ്ഞാലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ, പിങ്ക് കളറിൽ. അപ്പോൾ അവൻ പറഞ്ഞ അക്ക ഞാൻ പെട്ടെന്ന് എടുത്തതായിരുന്നു. അപ്പോൾ അവന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടിയുടെ ഇടയിൽ പോയി പെട്ടെന്നൊരു ഗിഫ്റ്റ് മേടിച്ച് ഓടി വരുമായിരുന്നു ആൾ കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് സെറ്റ് ചെയ്ത്. അപ്പോൾ അന്ന് രാത്രി തന്നെ എൻ്റെ ഹസ്ബൻഡിനോട്, അവൾ പെരപ്പാന്നാണ് കുഞ്ഞ് വിളിക്കുന്നത്, അപ്പോൾ പെരപ്പ എനിക്ക് ഇട്ടതാണെന്നും പറഞ്ഞ് പിന്നെ അവരുടെ ബെഡിൻ്റെ മേളിൽ തന്നെ ഒരു ഹുക്കുണ്ടായിരുന്നു മേളിൽ, അതിൽ തന്നെ ഇട്ടു. കാരണം സിറ്റ് ഔട്ടിലൊരു ഊഞ്ഞാൽ ഓൾറെഡി ഉണ്ട് വേറെ. അപ്പോൾ പിന്നെ ഇത് പിന്നെ ബെഡേ കിടക്കട്ടെ എന്ന് വെച്ചാൽ അതാകുമ്പോൾ സേഫ്റ്റി ഏതെങ്കിലും ബെൽറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കുഞ്ഞ് പെട്ടെന്ന് വീഴത്തൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി താത്തൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു. ആദ്യം കയറാൻ ഇച്ചിരി പാടായിരുന്നു, നമ്മൾ തന്നെ കയറ്റണമായിരുന്നു. ഇപ്പം അത് 2-3 പ്രാവശ്യം കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല പരിചയമായി, തന്നെ കയറി ഇതാണ്ട് ബെൽറ്റൊക്കെ ഇടുക ഊരുക. പിന്നെ ഈ കാല് മാത്രം ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം കാലിൻ്റെ അവിടെ ഒരു ബെൽറ്റ് ഒരു സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ തന്നെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇറക്കി കൊടുക്കുകയോ വേണം. കയറുന്നതൊക്കെ തന്നെ കയറും. അങ്ങനെ കേക്ക് കട്ടിയിലെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതാണ്ട് ബിരിയാണിയായിരുന്നു, ചിക്കൻ ബിരിയാണിയായിരുന്നു. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം കയറി. കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വേറെ കുറച്ച് വലിയ കുഞ്ഞുങ്ങളും കൂടെ കയറിയിട്ടുണ്ട്. ഇത് അവൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും പിന്നെ മറ്റേത് അവിടെ നാത്തൂൻ്റെ അമ്മായിയമ്മയാണ്.
സാരി കൊടുത്ത്. പിന്നെ ആ നൈറ്റി ഇട്ടത്, ഓറഞ്ച് നൈറ്റി ഇട്ടത് അവരുടെ ചിറ്റയായിരുന്നു. ഇത് മാമനാണ്, രണ്ടാമത്തെ മാമൻ അവരുടെ. അപ്പോൾ ചിറ്റ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റ പതുക്കെ ഞങ്ങളതിനെ കളിയാക്കുമായിരുന്നു, കഴിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ വേണ്ട കുട്ടികളുടെ ഗ്യാങ്ങാണ്. അതാണ്ട് മൊട്ട അച്ഛൻ അവിടെ നാത്തൂൻ്റെ അമ്മായച്ഛനാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഞാൻ കുട്ടികളുടെ നേതാവാണെന്ന് പറയും, എനിക്ക് ഫസ്റ്റിലെ തരണമെന്ന് പറഞ്ഞാൽ കയറിയിരുന്നു. നല്ല തമാശയായിരുന്നു. അച്ഛൻ കുറേ തമാശയൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇത് അനിയത്തിയുടെ അത് നാത്തൂൻ്റെ മോളാണ് കേട്ടോ. ഇത് മോള്, അത് രണ്ടും എൻ്റെ മക്കൾ. അത് അവിടെ നാത്തൂൻ്റെ അമ്മായിച്ചന്, അങ്ങനെ അവരൊക്കെ ഇരുന്നത്. കാരണം നമ്മൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് എല്ലാവരും ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡിൽ മാത്രമേ ഇതൊക്കെ ഇട്ടുള്ളായിരുന്നു കേട്ടോ. ഇട ദിവസം ആയതുകൊണ്ട് എല്ലാവരും പൊഴിഞ്ഞൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം 2 സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, 1-ാം പിറന്നാളിൻ്റെ. അത് കാണാത്തവരുണ്ടെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടാണ് അവിടെ നാത്തൂനെ, ഇതാണ് അമ്മാവൻ്റെ മോനെ. പിന്നെ ഇത് അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്, എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തതായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുമായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നൊക്കെ അവരോട് പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ മുഴുവനായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. അപ്പം എൻ്റെ മാളൂട്ടിക്ക് 1000 ജന്മദിനാശംസകൾ പേരമ്മയുടെ. ഹാപ്പി ബർത്ത്ഡേ മാൾ.